അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ലൈൻസ് ഇവിടെ ക്രോസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫേസ് വരുന്ന ഏത് കോളത്തിലാണ് ആ ഒരു കോളം മാത്രമാണ് ജസ്റ്റ് ഞാൻ ക്രോസ് ലൈൻ വരയ്ക്കുന്നത്. നമുക്ക് കുറച്ചൊരു ഔട്ട്ലൈൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് വേണമെങ്കിലും ക്രോസ് ലൈൻ വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ബുദ്ധിമുട്ട് വരിക, അപ്പം ഫേസിൽ കണ്ണിൻ്റെ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ ആ ഒരു കോളം മാത്രമായിട്ട് ക്രോസ് ലൈൻ വരച്ചിട്ട് ഇതിപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു കോളം കറക്റ്റായിട്ട് ആ ഒരു ഫേസ് വരുന്ന കോളം ഏതാണോ അത് ജസ്റ്റ് ഒന്ന് എണ്ണിയെടുത്തിട്ടാണ് ഞാൻ ഇവിടെ ക്രോസ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ വരയ്ക്കാം കാര്യങ്ങളൊക്കെ. അപ്പം അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, അതായത് നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ആ പിരികം വരുന്ന ആ ഒരു കോളം വരെ നമ്മൾ ക്രോസ് ലൈൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ സാധാരണ വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വരച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോളം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ വരച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ഇവിടെ വരച്ച് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് അതായത് മാർക്ക് ചെയ്തിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. നമ്മളിവിടെ ഡയറക്റ്റ് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ണ് വരച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ നമ്മൾ ഫേസിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഔട്ട്ലൈൻ ചെയ്ത് പോയാൽ മതി. അതായത് നമ്മൾ സാധാരണ എങ്ങനെ ഔട്ട്ലൈൻ ചെയ്യുക ആ ഒരു ഇമേജ് അതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് ക്രോസ് ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുക കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു കളർ പെൻസിൽ ട്യൂട്ടോറിയൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനലിൽ ഒരു 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ചെയ്യാഞ്ഞത്. അപ്പം നമുക്കൊന്ന് ഒരു പരീക്ഷണാർത്ഥം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എത്രത്തോളം ശരിയായി വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പാർട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനൊക്കെ ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് വലിയ താമസിക്കാതെ അതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഡ്രോ ചെയ്യുന്നതൊക്കെ നമുക്ക് സമയം കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പാർട്ടും കുറച്ച് ലൈറ്റായിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കുക. ഞാൻ റിപ്ലൈ തന്നായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.